മൂലദേവൻ്റെ തിരുമന്ത്രം 7-ാം തന്ത്രത്തിലെ പുതിയ ഒരു കാണ്ഡത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അണ്ഡസ്വരൂപം എന്നാണ് ഈ കാണ്ഡത്തിൻ്റെ പേര്. പ്രപഞ്ചത്തിന് മുഴുവനും സൃഷ്ടി നൽകുന്ന ആദിപരാശക്തിയെക്കുറിച്ചിട്ടാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. ശിവനില്ലാതെ ശക്തിയില്ല, ശക്തിയില്ലാതെ ശിവനുമില്ല. ഈ പ്രപഞ്ച സൃഷ്ടിക്കെല്ലാം കാരണം ശിവനിൽ കൂടികൊള്ളുന്ന ആദിപരാശക്തിയാണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ശക്തി മുന്നിന്നീ ലോകം വൃത്തിപ്പെടുന്നു താനേ, ശക്തി തൻ രൂപമീ വിശ്വത്തിന് ലഭിക്കുന്നു, ശക്തി തൻ ഗുണം തന്നെ ഉലകിനുമുണ്ടാകുന്നു, ശക്തിയെ സദാശിവം എന്ന പോൽ പ്രകാശിക്കും. ശക്തി തന്നെ ശിവൻ തന്നെയായി പ്രകാശിക്കുന്നു എന്നാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ ശക്തിയും ശിവനും ഒന്ന് തന്നെ. ശിവനില്ലാതെ ശക്തിയില്ല, ശക്തിയില്ലാതെ ശിവനുമില്ല. ശക്തി മുന്നിന്നീ ലോകം വൃത്തിപ്പെടുന്നു. അപ്പോൾ ഈ ലോകം മുഴുവനും വൃത്തിപ്പെടുന്നത്, ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കപ്പെടുന്നത് ശിവനിലെ ശക്തി സ്വരൂപിണിയാണ്. അതുകൊണ്ട് ശക്തിയെ ആരാധിക്കുക, ശക്തിയെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. ശക്തി തൻ രൂപം ഈ വിശ്വത്തിന് ലഭിക്കുന്നു. ഈ വിശ്വത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ശക്തിയുടെ രൂപഗുണങ്ങളാണ്. ശക്തിയുടെ എല്ലാ ശക്തിവിശേഷങ്ങളിലും ഈ വിശ്വം നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ വിശ്വത്തിൽ നിന്ന് തന്നെ നമുക്ക് ശക്തിയുടെ മഹത്വം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ശക്തി തൻ ഗുണം തന്നെ ഉലകിനുമുണ്ടാകുന്നു. ശക്തിയുടെ എല്ലാ ഗുണവിശേഷങ്ങളും തന്നെയാണ് ഈ ഉലകത്തിനുമുള്ളത്. ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളിലും ശക്തിയുടെ ഗുണഗണങ്ങൾ അടങ്ങി നിൽക്കുന്നു. ശക്തിയെ സദാശിവം എന്ന പോൽ പ്രകാശിക്കും. ശക്തി തന്നെയാണ് സദാശിവമായി പ്രകാശിക്കുന്നത് എന്ന് പറയണം. പിന്നെ പറയുന്നു, ഭോഗവും മുക്തിയോട് സിദ്ധിയും ബുദ്ധിയെങ്കിൽ ആഗമങ്ങളും തത്വം 36 മേലാം ഏകമായിരുന്നിടും എപ്പോഴും സദാശിവം. ആഗമങ്ങളാമാറും ശിവമൊന്നെന്നറിഞ്ഞിടൂ. എല്ലാ ആഗമങ്ങളിലും വിശദീകരിക്കുന്നത് ഈ ശിവശക്തി മേളനത്തെക്കുറിച്ചിട്ടാണ്. ദേവിയാണ് എല്ലാ ഭോഗങ്ങളും നമുക്ക് നൽകുന്നത്. ദേവിയാണ് നമുക്ക് എല്ലാ മുക്തിയും നൽകുന്നത്. ദേവിയാണ് നമുക്ക് എല്ലാ സിദ്ധികളും നൽകുന്നത്. ദേവിയാണ് നമുക്ക് ബുദ്ധിശക്തി നൽകുന്നത്. ആഗമങ്ങളും 36 മേലാമേകമായി ഇരുന്നിടും ഈ സദാശിവം. ഈ സദാശിവ ശക്തിയാണ് 36 തത്വങ്ങൾക്കും, അതായത് കർമ്മേന്ദ്രിയ ജ്ഞാനേന്ദ്രിയ തലങ്ങൾക്കും എല്ലാം അപ്പുറമുള്ള, ആ 36 തത്വങ്ങൾക്കും അപ്പുറമുള്ള ദേവിയും ആഗമങ്ങളും സദാശിവവും എല്ലാം തന്നെ ഈ ശിവമായ ദേവീശക്തിയാണ് എന്നറിഞ്ഞിടൂ. പിന്നെ നോക്കൂ, അഗ്നിയും ബ്രഹ്മ വിഷ്ണു പ്രജാപതി താനും അഗ്നിസ്വരൂപമാകും സൂര്യൻ ഇന്ദ്രന്മാർ താനും കണ്ണൊളിയായി ദേവകൾക്കും വിളങ്ങിയിടുന്ന എണ്ണികിൽ ഇത് പരബ്രഹ്മം എന്നോർത്തിയിടണം. ഈ ദേവി തന്നെയാണ് പരബ്രഹ്മം. അഗ്നിയും ബ്രഹ്മവും വിഷ്ണുവും പ്രജാപതിയും അഗ്നിസ്വരൂപമാകും സൂര്യചന്ദ്രന്മാരും കണ്ണൊളിയായി നിൽക്കുന്ന ദേവകളും എല്ലാം വിളങ്ങുന്നത് ഈ ശക്തി സ്വരൂപിണിയായ ദേവിയുടെ പരമശക്തി കൊണ്ടാണ്. അപ്പോൾ ആദിപരാശക്തിയായ ദേവിയെക്കുറിച്ചിട്ട്, ആദിബ്രഹ്മമായ ദേവിയെക്കുറിച്ചിട്ടാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ ദേവി തന്നെയാണ് ശിവൻ, ദേവി തന്നെയാണ് ശിവബ്രഹ്മം. ആദിബ്രഹ്മം എന്ന് പറയുന്നതും ദേവിയെ തന്നെയാണ്. ഇത് തന്നെയാണ് ദേവി ഭാഗവതത്തിൽ വിശദീകരിക്കുന്നത്. ദേവി ഭാഗവതത്തിൽ ദേവിയെ ബ്രഹ്മസ്വരൂപിണിയായി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, അതിൽ ദേവി ഗായത്രി എന്ന് പറഞ്ഞൊരു ഗായത്രിയുണ്ട്.
ആ ദേവി ഗായത്രിയിൽ പറയുന്നത് ഇങ്ങനെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഗായത്രിയാണ് ദേവി ഗായത്രി. സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത് എന്നാണ് ദേവി ഗായത്രി പറയുന്നത്. അതായത് ഇവിടെ തിരുമൂലദേവൻ പറയുന്നില്ലേ, ഏതാണ്? ഭോഗവും മുക്തിയും സിദ്ധിയും ബുദ്ധിയും തരുന്നത് ദേവിയാണ്. ആ ദേവിയാണ് ഈ ദേവി ഗായത്രി സ്തുതിക്കുന്നത്. സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാ നഹ പ്രചോദയാൽ. ഇതാണ് ദേവി ഗായത്രി എന്ന് പറയുന്നത്. ദേവി ആദിയാണ്. ദേവി ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നിട്ടേയില്ല. അതുകൊണ്ടാണ് ദേവിയെ ആദ്യ എന്ന് പറയുന്നത്. വിദ്യയും അവിദ്യയും ദേവി തന്നെ. ആരിൽ ദേവി വിദ്യാസ്വരൂപിണിയായി വർത്തിക്കുന്നുവോ അവന് മുക്തി ലഭിക്കുന്നു. ആരിൽ അവിദ്യാസ്വരൂപിണിയായി വർത്തിക്കുന്നുവോ അവന് ബന്ധവും ലഭിക്കുന്നു. ഇവിടെ ഭവമോചിനിയായ വിദ്യാസ്വരൂപിണിയെയാണ് നാം ഇവിടെ കാണുന്നത്. സർവ്വജീവജാലങ്ങളിലും ചൈതന്യമാകുന്ന ദേവി അത് ദേവീ ചൈതന്യമായി തുടിച്ചു നിൽക്കുന്നു. അതിനാൽ സർവചൈതന്യ രൂപയാണ് ദേവി. ദേവി ഗായത്രിയിൽ നാം ഇത് കാണുന്നുണ്ട്. പിന്നെ നോക്കൂ, ചിന്ത, വാക്ക്, പ്രവൃത്തി ഇതെല്ലാം ദേവിയാണ് രൂപപ്പെടുത്തുന്നത്. ചിന്തിക്കും പോലെ പറയും പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ വാക്കിനും പ്രവൃത്തിക്കും തമ്മിൽ ആക്കുന്നതും ഈ ദേവി തന്നെ. ചിന്തയ്ക്ക് അടിസ്ഥാനമായ സത്യവും ദേവി തന്നെ. ചിന്തയും വാക്കും പ്രവൃത്തിയും സത്യനിഷ്ഠയും എല്ലാം തന്നെ ദേവിയാണ്. അന്ധക്കരണവും വാക്കും സത്യനിഷ്ഠമായി തീരണമെങ്കിൽ ദേവിയുടെ അനുഗ്രഹം കൂടിയേ തീരൂ. ഇതാണ് ദേവി ഭാഗവതത്തിൽ പറയുന്നത്. പിന്നെ നോക്കൂ, ബാക്കിയുള്ള പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ ഇവയെ പഞ്ചപ്രാണങ്ങൾ എന്നാണല്ലോ പറയുന്നത്. ഓരോന്നിനും ധർമ്മം വെവ്വേറെയാണ്. പ്രാണശക്തിയാണ് ഒരുവിനെ ശക്തനാക്കുന്നത്. പ്രാണൻ ദുർബലനാകുമ്പോൾ ശരീരവും മനസ്സും ദുർബലമായിത്തീരുന്നു. വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയങ്ങൾ, ശ്രോത്രം, ത്വക്ക്, ചക്ഷുസ്, രസന, ഘ്രാണം എന്നീ ജ്ഞാനേന്ദ്രിയ വിഷയങ്ങൾ, ചിത്തം, അഹങ്കാരം, ബുദ്ധി, മനസ്സ് എന്ന അന്ധക്കരണ പ്രവൃത്തികൾ ഇവയെല്ലാം തന്നെ ദേവിയാണ് നിയന്ത്രിക്കുന്നത്. ദേവിയാണ് ഇതിനെല്ലാം മൂലകാരണമായി ഭവിക്കുന്നത്. പിന്നെ വേദം നിർദ്ദേശിക്കുന്ന ധർമ്മവും ദേവിയാണ്. വിഹിതധർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഒരു വ്യക്തിക്ക് സഹായകമായി നിൽക്കുന്നതും ദേവിയാണ്. ഇതാണ് ദേവി ഭാഗവതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്തെല്ലാം കാണപ്പെടുന്നുവോ, എന്തെല്ലാം കേൾക്കപ്പെടുന്നുവോ അതിൽ നിന്നെല്ലാം പുതിയ പുതിയ പാഠങ്ങൾ ലഭിക്കുന്നതും ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് എന്നാണ് ഇവിടെ ദേവി ഭാഗവതത്തിൽ പറയുന്നത്. അപ്പോൾ ദേവിയുടെ ആ അവസ്ഥാവിശേഷങ്ങളെക്കുറിച്ച്, ദേവിയുടെ മഹാശക്തികളെക്കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ പറയുന്നത്. ദേവി സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് എന്നാണ് ദേവി ഭാഗവതത്തിൽ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ പിന്നെ നോക്കൂ, ആദിമഹസ് ഇന്ദ്രിയങ്ങളുടെ സഹായം കൂടാതെ തന്നെ എല്ലാം നേരിട്ട് കാണുന്നു. അപ്പോൾ ദേവി എല്ലാം നേരിട്ട് കാണുന്നു. പക്ഷേ അത് ആരാലും കാണപ്പെടുന്നില്ല. അത് ഗുണാതീതമാണ്. മനസ്സും വാക്കും ഗുണമയമാകിയാൽ അവ ദേവി തന്നെയാണ്. മനസ്സുകൊണ്ട് സങ്കല്പിക്കാനോ വാക്കുകൊണ്ട് വർണ്ണിക്കുവാനോ സാധിക്കാത്തതാണ് ഈ ആദിമഹസായ ദേവി. ഇതിനെ കണ്ണിൻ്റെ കണ്ണ്, മനസ്സിൻ്റെ മനസ്സ് എന്നൊക്കെയാണ് ഉപനിഷത്തുകൾ വിവരിക്കുന്നത്. സർവകാരണവും സർവാശ്രയവുമായ ഈ ആദിമഹസ് ദേവിയുടെ അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ടാണ്
ഈ ലോകം മുഴുവനും നിൽക്കുന്നത്. ഇതാണ് ദേവി ഭാഗവത കർത്താവ് ആദിപരാശക്തിയെ പറ്റി പറയുന്നത്. ഈ ആദിപരാശക്തിയായ മഹാശിവയെക്കുറിച്ചിട്ടാണ് തിരുമൂലദേവൻ അണ്ഡസ്വരൂപത്തിൽ പറയുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ നിലനിൽപ്പ്, ലോകത്തിൻ്റെ ശക്തി മുഴുവനും ശക്തിയായ ദേവിയാണ് എന്നാണ് തിരുമൂലദേവൻ അണ്ഡസ്വരൂപത്തിൽ നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് പിന്നീടുണ്ടായ ദേവി ഭാഗവതത്തിൻ്റെ ഒരു സംഗ്രഹമാണ് അണ്ഡസ്വരൂപം. ദേവിയുടെ മഹാശക്തിയെക്കുറിച്ചിട്ട് ഇതാ നോക്കൂ, ഭോഗവും മുക്തിയും സിദ്ധിയും ബുദ്ധിയും ആഗമങ്ങളും എല്ലാം തന്നെ അല്ലയോ പരാശക്തിയായ ദേവി അങ്ങ് തന്നെയാണ് എന്ന് തിരുമൂലദേവൻ ഇവിടെ ആവർത്തിച്ച് വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്നു. ഈ ഉറപ്പ്, അതായത് പരാശക്തിയുടെ തെളിച്ചം കൊണ്ട് മാത്രമേ പരമശിവനെ നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുള്ളൂ. ആദിശക്തിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ, പരാശക്തിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ, ശിവയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ശിവനെ സാധകന് സാക്ഷാത്കരിക്കാൻ കഴിയൂ എന്ന് തിരുമൂലദേവൻ ഇവിടെ വ്യക്തമാക്കണം. ഓം ശിവായ തിരുമൂലദേവായ നമഃ.